ഹായ്, ഇന്ന് നമ്മൾ വീണ്ടും ഒരു വെറൈറ്റി ചെടിച്ചട്ടിയായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരിക. അപ്പോൾ ഇതേ മെത്തേഡിൽ നമ്മൾ ഇതിന് മുമ്പ് ചെടിച്ചട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വീഡിയോ ഒക്കെ നമ്മൾ അതിലിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ നമ്മൾ കാര്യമായിട്ട് നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഡിസൈന്, ചെടിച്ചട്ടിയിൽ ഈ ഡിസൈൻ എങ്ങനെയാണ് വരുത്തുക എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇത് നമ്മൾ പച്ച ഓല മടഞ്ഞിട്ട് അത് ഉപയോഗിച്ചിട്ടാണ് ചെടിച്ചട്ടിയിൽ ഈ ഡിസൈൻ ഉണ്ടാക്കിയത്. ഇത് പ്ലാവിൻ്റെ ഇലയാണ്. അതുപോലെ ഇത് നമ്മൾ പച്ച ഓല, തെങ്ങോല മടഞ്ഞിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ ഇതേപോലെ ഡിസൈൻ വരുത്തിയത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ കാണാം. രണ്ട് ചെടിച്ചട്ടി ഒരുമിച്ചാണ് നമ്മൾ നിർമ്മിക്കുന്നത്. രണ്ട് മോൾഡ് എടുത്തിട്ട് ഒന്ന് ഒരു ഭാഗം ഞാൻ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അടുത്തത് കട്ട് ചെയ്ത് രണ്ട് കഷ്ണമാക്കി മാറ്റിയിട്ടുണ്ട്. ഈ രണ്ട് രീതിയിലും നമുക്ക് ചെടിച്ചട്ടി ഉണ്ടാക്കാം. ഇതെന്താണെന്ന് വെച്ചാൽ ഈ കട്ട് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെടിച്ചട്ടി അതായത് 24 മണിക്കൂർ കഴിഞ്ഞ് എടുക്കുമ്പോൾ വളരെ വേഗം എടുത്തു മാറ്റാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പുറംഭാഗം ഇതേപോലെ കയറ് കൊണ്ട് കെട്ടി നമുക്ക് ഇത് നന്നായിട്ട് സെറ്റാക്കി വെക്കാം. ഇനി നമുക്ക് ഇതേപോലെ ഓല മടഞ്ഞെടുക്കാം. ഓല മടഞ്ഞത് കഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ സ്റ്റേപ്ലയർ കൊണ്ട് പിന്നടിച്ച് വെക്കുന്നുണ്ട്. എല്ലാ സൈഡ് ഭാഗങ്ങളിലും പിന്നടിച്ച് വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ അളവിനനുസരിച്ച് നമ്മുടെ മോൾഡിൻ്റെ ഉയരം കണക്കാക്കി നമുക്കിത് കട്ട് ചെയ്ത് എടുക്കാം. മോൾഡിൻ്റെ രണ്ട് ഭാഗങ്ങളിലാണ് നമ്മൾ ഈ നമ്മുടെ ഓല മടഞ്ഞ കട്ട് ചെയ്ത ഷീറ്റ് വെക്കുന്നത്. അതേപോലെ രണ്ട് ഭാഗത്ത് നമ്മൾ ഇതേപോലെ ഒരു പ്ലാവിൻ്റെ ഇലയാണ് അത് ഒട്ടിച്ച് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് സിമെൻറ്റ് മാത്രം വെള്ളം ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കാം. ആ പേസ്റ്റ് രൂപത്തിലാക്കിയ സിമെൻറ്റ് ഇനി നമുക്കിതിൻ്റെ ഇതേപോലെ ഉള്ളിൽ ഒരേ കനത്തിൽ നമുക്ക് തേച്ച് പിടിപ്പിക്കാം. ഇതിൻ്റെ മുകളിലൂടെ മോൾഡിൻ്റെ ഉള്ളിൽ നമ്മുടെ ഇലയും അതേപോലെ ഓല മെടഞ്ഞത് അതിൻ്റെ മുകളിലൂടെ നമുക്ക് ഇതേപോലെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കും. ഒരേ കനത്തിൽ എല്ലാ ഭാഗത്തും തേച്ച് പിടിക്കും. നമ്മുടെ ഓല മെടഞ്ഞ ഷീറ്റ് നന്നായിട്ട് അടുത്ത് നിൽക്കാൻ വേണ്ടി ഞാനൊരു വടി, അതിൻ്റെ മുകൾ ഭാഗത്തൊരു വടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എംസാൻഡും സിമെൻറ്റും മിക്സ് ചെയ്തെടുത്ത മിക്സാണ്. ഇത് നമ്മൾ 2:1 എന്ന രീതിയിലാണ് മിക്സ് ചെയ്ത് എടുത്തത്. അതായത് 2 കപ്പ് എംസാൻഡിന് 1 കപ്പ് സിമെൻറ്റ് എന്ന രീതിയിലാണ് ഇത് എടുത്തത്. ഇത് നന്നായിട്ട് എല്ലാ ഭാഗത്തും നമുക്ക് കൈകൊണ്ട് ഇതേപോലെ വാരി തേച്ച് കൊടുക്കുക. ഇത് നമ്മൾ തീരെ നനയ്ക്കരുത്, വെള്ളം ചേർക്കാതെ ആണ് ഈ സാധനം നമ്മൾ ഇതേപോലെ തേച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ മോൾഡിലും ഒന്നാമത്തെ മോൾഡിൽ ചെയ്തതുപോലെ തന്നെ സിമെൻറ്റ് തേച്ച് അതിൻ്റെ മുകളിൽ നമ്മുടെ മിക്സ് എല്ലാം തേച്ച് റെഡിയാക്കി വെക്കാം. ഇനി നമ്മൾ വെച്ച വടി എടുത്ത് മാറ്റി നമ്മൾ മറ്റൊരു മോൾഡ് ഇതിൻ്റെ ഉള്ളിൽ ഇറക്കി വെക്കുന്നുണ്ട്.
ഇതിൻ്റെ വക്ക് ഭാഗം, അതായത് മുകൾ ഭാഗം വക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇത് നമ്മുടെ എംസാൻഡും സിമെൻറ്റും ചേർത്ത മിക്സ് നനച്ചതിന് ശേഷം ഇതേപോലെ വക്കിലൂടെ നമുക്ക് നന്നായിട്ട് വെച്ച് കൊടുക്കാം, അപ്ലൈ ചെയ്യാം. നമുക്ക് നമ്മുടെ കുമ്മായക്കത്തി കൊണ്ട് ഇതിൻ്റെ വക്ക് മുകൾ ഭാഗം നമുക്ക് മിനുക്കിയെടുക്കാം. മുകൾ ഭാഗം വക്ക് മിനുക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ മുകളിൽ വെച്ച മോൾഡ്, ഇറക്കി വെച്ച മോൾഡ് ഇതേപോലെ ഒരു ഭാഗത്തേക്ക് ചെറുതായി തിരിച്ചുകൊണ്ട് നമുക്ക് ഊരിയെടുക്കാം. ഇനി ഉൾഭാഗത്ത് എവിടെയെങ്കിലും നമ്മുടെ ഇത് കുറവുണ്ടെങ്കിൽ, സിമെൻറ്റ് കുറവുണ്ടെങ്കിൽ നമ്മുടെ ആ മിക്സ് പൊടിയില്ല, നനയ്ക്കാത്ത നമ്മുടെ മിക്സ് എടുത്തിട്ട് നമുക്ക് ഇതേപോലെ വെച്ച് കൊടുക്കാം. നമ്മൾ വക്കൊക്കെ റെഡിയാക്കി അതിൻ്റെ അടിയിലൊക്കെ എവിടെയെങ്കിലും കുറവുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കും. ഇനി ഒരു സ്റ്റീലിൻ്റെ സ്പൂണ് കൊണ്ട് ഇതേപോലെ ഒരു സ്പൂണ് കൊണ്ട് നമ്മൾ ഇതിൻ്റെ ഉൾഭാഗം നന്നായിട്ട് മിനുക്കിയെടുക്കുന്നുണ്ട്. ഇതേപോലെ നന്നായിട്ട് എല്ലാ ഭാഗവും ഒരേപോലെ നന്നായിട്ട് മിനുക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ ചെടിച്ചട്ടിയുടെ ജോലിയൊക്കെ പൂർത്തിയായി. ഇനി 24 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്കിത് എടുക്കാം. അപ്പോൾ 24 മണിക്കൂർ കഴിഞ്ഞ് ഇനി നമ്മളിത് എടുത്ത് മാറ്റുകയാണ്. മോൾഡ് എടുത്ത് മാറ്റി നമുക്ക് ചട്ടി വേർപെടുത്തി എടുക്കാം. നമ്മൾ ഈ മോൾഡ് കട്ട് ചെയ്ത് വേർപെടുത്തുന്നതിൻ്റെ ഗുണം ഇതാണ്. നമുക്ക് വളരെ വേഗം തന്നെ ഈ ചട്ടി വേർപെടുത്തി എടുക്കാൻ കഴിയും. വീണ്ടും നമുക്ക് മോൾഡ് ഉപയോഗിക്കുകയും ചെയ്യാം. നമ്മുടെ ചെടിച്ചട്ടി സൂപ്പറാണ്. നമ്മൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ നമ്മളെ ഡിസൈനൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വെള്ളം ഒഴിച്ച് വെക്കാം. ഒരു 2-3 ദിവസം നമ്മൾ വെള്ളം നിറച്ച് വെക്കണം. ഹോൾസ് നമ്മൾ ആദ്യം ഇടാതെ വെച്ചത് എന്താണെന്ന് വെച്ചാൽ വെള്ളം നിറച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ചെടിച്ചട്ടി. ഇനി നമുക്ക് ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് ഇതിന് ഹോൾസ് ഇടാം. ഇനി പെയിൻ്റ് അടിക്കണം. പെയിൻറ്റ് കളറൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കളറ് സെലക്ട് ചെയ്യുക. ഇത് ഞാൻ എൻ്റെ കയ്യിലുള്ള കളറ് തന്നെ അടിക്കുകയാണ്.
അപ്പോൾ നമ്മുടെ ചെടിച്ചട്ടിയും വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്തെത്തിക്കുക. അതേപോലെ അഭിപ്രായങ്ങൾ പറയുക, അതേപോലെ ലൈക്ക് തരിക. അപ്പോൾ നിങ്ങളുടെ എല്ലാ സഹായവും പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ.